channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 11 മുതൽ 13 വരെയുള്ള ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഏപ്രിൽ 11, 12, 13 ഈ 3 ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ MCQ തരത്തിലായിരിക്കും ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ചെയ്ത അതേപോലെ തന്നെ. സോ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ചോദ്യമാണ്, വേർ ഡിഡ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റഡ് ദ ഹോമിയോപ്പതി സിമ്പോസിയം? ഇന്ത്യൻ രാഷ്ട്രപതി ഹോമിയോപ്പതി സിമ്പോസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി. അടുത്താണ്, ഇന്ത്യൻ ആർമി കണ്ടക്ട്സ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ട്രെയിനിങ് എക്സസൈസ് ഇൻ വിച്ച് പ്ലേസ്? ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ പരിശീലനം അഭ്യാസം നടന്നതെന്ന്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി സിക്കിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സിക്കിം. അടുത്താണ്, ഇൻ ഹൗ മെനി ഫേസ് വിൽ ദ ലോക്സഭ ഇലക്ഷൻ ഈസ് ഗോയിങ് ടു ബി ഹെൽഡ്? അതായത് 2024 ലോക്സഭ ഇലക്ഷൻ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ 2024 ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അടുത്താണ്, ഹു ഹാസ് സെറ്റ് ടു മേക്ക് ഹിസ്റ്ററി ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടൂറിസ്റ്റ് ടു ജേർണി ഇൻ ടു സ്പേസ് വിത്ത് ബ്ലൂ ഒറിജിൻസ് NS-25 മിഷൻ? ബ്ലൂ ഒറിജിൻ്റെ NS-25 എന്ന ദൗത്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ വിദേശ സഞ്ചാരി എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോപി കോട്ടമുറിക്കൽ, ഓപ്ഷൻ ബി ഗോപി തൃപ്പൂണിത്തറ, ഓപ്ഷൻ സി ഗോപി തോട്ടക്കുറ, ഓപ്ഷൻ ഡി ഗോപിനാഥ് മുതുക്കാട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗോപി തോട്ടക്കുറയാണെന്ന് നോക്കാം. അടുത്താണ്, ഹു ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ സെനറ്റ് ചെയർമാൻ ഓഫ് പാകിസ്ഥാൻ? പാകിസ്ഥാനിലെ സെനറ്റ് ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യൂസഫ് റാസ ഗിലാനി, ഓപ്ഷൻ ബി സെയ്ദ് നസീർ, ഓപ്ഷൻ സി നവാസ് ഷെരീഫ്, ഓപ്ഷൻ ഡി മുഹമ്മദ് മുസ്തഫ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യൂസഫ് റാസ ഗിലാനിയാണ് നോക്കാം. അടുത്താണ്, ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ ഹൈ കമ്മീഷണർ ഓഫ് UK ടു ബി അപ്പോയിൻറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നിയമിതയായി വന്ന UK ആദ്യത്തെ വനിതാ ഹൈ കമ്മീഷണർ ആരെന്നാണ് ചോദ്യം. അതായത് UK വനിതാ കമ്മീഷണർ ഉണ്ട്, അവരെ ഇന്ത്യയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു. സോ അത് ആദ്യത്തെ വനിതയായിരിക്കും. അത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലിൻസി ജേക്കബ്, ഓപ്ഷൻ ബി ലിൻഡി കാമറോൺ, ഓപ്ഷൻ സി ജെയിംസ് കാമറോൺ, ഓപ്ഷൻ ഡി ജിമ്മി ജെയിംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ലിൻഡി കാമറോൺ. അടുത്താണ്, ഇന്ത്യ സൈൻ ഫോർ കൗണ്ടർ ടെററിസം പാക്ട് വിത്ത് വിച്ച് കൺട്രി ഇൻ റെസ്പോൺസ് ടു മോസ്കോ അറ്റാക്ക്? മോസ്കോ ആക്രമണത്തിന് മറുപടി എന്ന നിലയ്ക്ക് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഭീകരവിരുദ്ധ ഒപ്പുവെക്കുന്നത്? ഓപ്ഷൻ എ യുക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി കസാഖിസ്ഥാൻ, ഓപ്ഷൻ ഡി തായ്ലാൻഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കസാഖിസ്ഥാൻ. അടുത്താണ്, വിച്ച് കൺട്രി ഹാസ് ഡിസൈഡഡ് ടു റീസ്റ്റോർ ദ പ്രൈവറ്റ് ലാൻഡ് റൈറ്റ്സ് ടു ഹിന്ദുസ് ആൻഡ് സിഖ്സ്? ഹിന്ദുക്കൾക്കും സിഖുകാർക്കും സ്വകാര്യ ഭൂമിയുടെ അവകാശം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി കസാഖിസ്ഥാൻ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. അടുത്താണ്, സീഡോം ഡിഫൻസ് സിസ്റ്റം വാസ് ഡെവലപ്പ് ബൈ വിച്ച് കൺട്രി? ഈ സീഡോം ഡിഫൻസ് സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി കസാഖിസ്ഥാൻ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇസ്രായേൽ. അടുത്താണ്, ആസ് പെർ World Trade Organization report, WTO report, which country has surpassed China to become the 4th largest exporter in digital delivery services export list? WTOന്റെ ഡിജിറ്റൽ ഡെലിവറി സർവീസസ് ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ 4ാമത്തെ വലിയ എക്സ്പോർട്ടർ കയറ്റുമതി ആവുന്ന രാജ്യം ഏതെന്നാണ്, ചൈനനെ ഓവർടേക്ക് ചെയ്തിട്ട് 4ാമത്തെ വലിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ ആണ് നോക്കുക. ഓക്കെ, സോ ഇന്ത്യ അതായത് 4ാമത്തെ വലിയ എക്സ്പോർട്ടർ ആയിട്ട് പോകുന്ന രാജ്യം ഏതാണ്? സോ ഒന്നുകൂടി പറയാം. ആസ് ഫോർ ദ WTO റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ സർവീസസ് എക്സ്പോർട്ട് ലിസ്റ്റിൽ ചൈനയെ മറികടന്ന് 4ാം സ്ഥാനത്ത് എത്തുന്ന
രാജ്യം ഏതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ആണ് നോക്കുക. ഓക്കെ, അടുത്താണ് അങ്കാറ A5 റോക്കറ്റ് വാസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ബൈ വിച്ച് കൺട്രി. ഈ അങ്കാര A5 റോക്കറ്റ് ടെസ്റ്റ് ഫയർ ചെയ്ത രാജ്യം ഏതെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റഷ്യേൻ്റെ ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് കൺട്രി റീസെൻ്റ്ലി പാസ് എ കോൺട്രവേഴ്ഷ്യൽ കോൺസ്ക്രിപ്ഷൻ ലോ ഇൻ റെസ്പോൺസ് ടു റഷ്യൻ വാർ. റഷ്യൻ യുദ്ധത്തിന് മറുപടി എന്ന നിലയ്ക്ക് അടുത്തിടെ വിവാദമായ നിർബന്ധിത നിയമന പാസാക്കിയ രാജ്യം. അതായത് ഇപ്പോൾ റഷ്യ ഉത്തരം പറയാം. ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഉക്രൈൻ ആണ്. ഈ റഷ്യയായിട്ട് ഉക്രൈൻ യുദ്ധത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനിലെ ഈ സോൾജേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നിർബന്ധിത നിയമനം. അവർ നിർബന്ധമായിട്ടും ചേരണം എന്നുള്ള ഈ ലോ പാസ്സാക്കിയത്. അടുത്താണ് 7th റൗണ്ട് ഓഫ് ഇന്ത്യ പെറു ട്രേഡ് എഗ്രിമെൻറ്റ് നെഗോഷിയേഷൻ വാസ് ഹെൽഡ് അറ്റ്. ഇന്ത്യയും പെറുവും തമ്മിലെ 7ാമത്തെ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള വ്യാപാര കരാറുടെ 7ാമത്തെ റൗണ്ട് ചർച്ച എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി ചെന്നൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി ആയിരുന്നു. അടുത്താണ് ഫോം എം ഫോർ വോട്ടിംഗ് ഇൻ ലോക്സഭ ഇലക്ഷൻ വാസ് ലോഞ്ച്ഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ വിച്ച് സ്റ്റേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഫോം എം ഏത് സംസ്ഥാനത്താണ് ഈസിയായി ആരംഭിച്ചതെന്നാണ്. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജമ്മു കാശ്മീരാണ് നോക്കാം. അടുത്താണ് എ റെയർ സൂപ്പർമാൻ കോമിക് വാസ് സോൾഡ് ഫോർ റെക്കോർഡ് $1 million അറ്റ് ഓപ്ഷൻ റീസെൻ്റ്ലി. ഫോർ വാട്ട് പ്രൈസ് വാസ് ഇറ്റ് സോൾഡ്. ഒരു അപൂർവ സൂപ്പർമാൻ കോമിക്ക് അടുത്തിടെ ലേലത്തിൽ വിറ്റിട്ടുണ്ട് $10,00,000. അത് എത്ര വിലക്കാണ് അല്ലെങ്കിൽ എന്ത് വിലക്കാണ് വിറ്റതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ $5 million, ഓപ്ഷൻ ബി $6 million, ഓപ്ഷൻ സി $7 million, ഓപ്ഷൻ ഡി $8 million. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി $6 million ആണെന്ന് നോക്കാം. അടുത്താണ് ജാക്ക് അലവെസ്റ്റർ പാസ്റ്റ് അവേ ഈസ് എ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് വിച്ച് കൺട്രി. അടുത്തിടെ ജാക്ക് അലവെസ്റ്റർ അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ ക്രിക്കറ്റർ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂസിലാൻഡ്, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ന്യൂസിലാൻഡ് ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് ഹൈ ഹോസ്പിറ്റൽ ഹാസ് വോൺ ദ ബെസ്റ്റ് സയൻറ്റിഫിക് പോസ്റ്റർ അവാർഡ് 2024. 2024 മികച്ച ശാസ്ത്രീയ പോസ്റ്റർ അവാർഡ് നേടിയ ആശുപത്രി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡോക്ടർ ഗഗൻദീപ് കാൻ, ഓപ്ഷൻ ബി ഡോക്ടർ അഗർവാൾസ്, ഓപ്ഷൻ സി ഡോക്ടർ റെഡീസ്, ഓപ്ഷൻ ഡി ഡോക്ടർ ഔദ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ അഗർവാൾസ് ഹൈ ഹോസ്പിറ്റൽ ആണ് ബെസ്റ്റ് സയൻറ്റിഫിക് പോസ്റ്റർ അവാർഡ് 2024 നേടിയെന്ന് നോക്കാം. അടുത്താണ് ഹു ഹാസ് ബീൻ അവാർഡഡ് ദ 2024 ജോൺ ഡിർക്സ് കാനഡ ഗാർഡനർ ഗ്ലോബൽ ഹെൽത്ത് അവാർഡ്. ഓപ്ഷൻ എ ഡോക്ടർ ഗഗൻദീപ് കാൻ, ഓപ്ഷൻ ബി ഡോക്ടർ അഗർവാൾ, ഓപ്ഷൻ സി ഡോക്ടർ റെഡ്ഡി, ഓപ്ഷൻ ഡി ഡോക്ടർ ഔദ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ഗഗൻദീപ് കാൻ ആണെന്ന് നോക്കാം. അടുത്താണ് ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ മോങ്ക് ടു ബി ഹോണേർഡ് വിത്ത് അമേരിക്കൻ പ്രസിഡൻസ് ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ്. അമേരിക്കൻ പ്രസിഡന്റ് ഗോൾഡ് വോളണ്ടിയർ അവാർഡ് നേടിയ ഇന്ത്യൻ മോങ്ക് അല്ല സന്യാസി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗഗൻദീപ് കാൻ, ഓപ്ഷൻ ബി അഗർവാൾ, ഓപ്ഷൻ സി റെഡ്ഡി സിംഗാൽ, ഓപ്ഷൻ ഡി ജെയിൻ ആചാര്യ ലോകേഷ് മുനി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ, ഇത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ലോകേഷ് മുനിയാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇതല്ല, തെറ്റാണത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണെന്ന് നോക്കുക. എ അല്ല, ഗഗൻദീപ് കാങ് അല്ല, ഓപ്ഷൻ ഡി ജെയിൻ ആചാര്യ ലോകേഷ് മുനിയാണെന്ന് നോക്കുക. അടുത്താണ് 5th എഡിഷൻ ഓഫ് ദ എക്സസൈസ് ദസ് ലിങ്ക് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്.
ഇൻ ടെർമസ് ഡിസ്ട്രിക്ട്, അതായത് എക്സസൈസ് ഡസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന എക്സസൈസ് 5ാമത്തെ എഡിഷനാണ് നടത്തിയത്. അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടത്തിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യുക്രൈൻ ആൻഡ് ഇന്ത്യ, ഓപ്ഷൻ ബി റഷ്യ ആൻഡ് ഇന്ത്യ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ ഡി ഇസ്രായേൽ ആൻഡ് റഷ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആണ് നോക്കുക. ഇത് എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചാൽ ടെർമസ് ഡിസ്ട്രിക്റ്റിലാണെന്ന് നോക്കുക, ഉസ്ബെക്കിസ്ഥാനിൽ. അടുത്താണ് വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ്. സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 10 ആണ് നോക്കുക. അപ്പോൾ 1ഉം 2ഉം സ്ഥാനത്തുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. 1 റഷ്യ, 2 ഉക്രൈൻ, 3 ചൈന, 4 US. ഓക്കെ, സോ 1 റഷ്യ, 2 ഉക്രൈൻ, 3 ചൈന, 4 US. 10ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നും കൂടി നോക്കുക. അടുത്താണ് ഹു ഇസ് ദ ന്യൂ ഇന്ത്യൻ വുമൺ ഹോക്കി ടീം കോച്ച്. ഇന്ത്യൻ വുമൺ ഹോക്കി ടീമിൻ്റെ പുതിയ കോച്ച് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹരേന്ദ്ര സിംഗ്, ഓപ്ഷൻ ബി നരേന്ദ്ര സിംഗ്, ഓപ്ഷൻ സി നരേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ബൽദേവ് സിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹരേന്ദ്ര സിംഗ് ആണ് നോക്കുക. അടുത്താണ് ഓപ്പറേഷൻ മേഘ്ദൂത് ടു സെക്യൂർ ദ സിയാച്ചിൻ ഗ്ലേസിയർ ലൊക്കേറ്റഡ് നിയർ ദ ഇൻഡോ പാക് ലൈൻ ഓഫ് കൺട്രോൾ വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഡേ ആൻഡ് ഇയർ. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഹിമാനി സുരക്ഷിതമാക്കാനുള്ള ഓപ്പറേഷൻ മേഘ്ദൂത് ഏത് ദിവസം ഏത് വർഷത്തിലാണ് ആരംഭിച്ചതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 13th April 1983, ഓപ്ഷൻ ബി 14th April 1984, ഓപ്ഷൻ സി 13th April 1984, ഓപ്ഷൻ സി 14th April 1983. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി April 13, 1984 നോക്കാം ഏത് ഓപ്പറേഷൻ മേഘ്ദൂത് നടപ്പാക്കിയത്. അടുത്താണ് ഹു ഇസ് ദ ന്യൂ ഹെഡ് ഓഫ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഇൻ ഭോപ്പാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ പുതിയ തലവൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജസ്റ്റിസ് എ വി ബോസ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് അനിരുദ്ധ് ബോസ്, ഓപ്ഷൻ സി ജസ്റ്റിസ് നരേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ജസ്റ്റിസ് സി വി ആനന്ദബോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അനിരുദ്ധ് ബോസ് ആണ് പുതിയ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ തലവൻ നോക്കുക. അടുത്താണ് വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന പ്രൈവറ്റ് ബാങ്ക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ HDFC, ഓപ്ഷൻ ബി ICIC, ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക്, ഓപ്ഷൻ ഡി ധനലക്ഷ്മി ബാങ്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ HDFC ആണ് നോക്കുക. അടുത്താണ് ഹു ഇസ് ന്യൂ ഇൻഡോ US ടാക്സ് ഫോറം ഹെഡ്. ഇൻഡോ US ടാക്സ് ഫോറമിന്റെ പുതിയ ഹെഡ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തരുൺ സിൻഹ, ഓപ്ഷൻ ബി തരുൺ ബജാജ്, ഓപ്ഷൻ സി തരുൺ ഗോയൽ, ഓപ്ഷൻ ഡി തരുൺ സിൻഹ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തരുൺ ബജാജ് ആണ് നോക്കുക. അടുത്താണ് റീസെൻ്റ്ലി ഗജ്ഗിത് പവാഡിയ വാസ് എലക്റ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് ഓഫ് UN. ഗജ്ഗിത് പവാഡിയ ഈ അടുത്ത് ഏത് ഐക്യരാഷ്ട്രസഭയുടെ ബോഡിയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ UNCF, ഓപ്ഷൻ ബി UNDP, ഓപ്ഷൻ സി INCB, ഓപ്ഷൻ ഡി CSW. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി INCB ആണ്, അതായത് ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ്. അതിൻ്റെ ബോഡിയിലേക്കാണ് ഈ ജഗ്ജിത് പവാഡിയനെ തിരഞ്ഞെടുത്തതെന്ന് നോക്കുക. അടുത്താണ് ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് 2024 ഈസ് റിലീസ് ബൈ വിച്ച് ഓർഗനൈസേഷൻ. ഈ ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സംഘടന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ WHO, ഓപ്ഷൻ ബി UNICEF, ഓപ്ഷൻ സി UNDP, ഓപ്ഷൻ ഡി WTO. കറക്റ്റ് ആൻസർ WHO. അടുത്താണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്യൂർഡ് ദ 45th റാങ്ക് ഇൻ ദ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഫ് കോറസെല്ലി സൈമൺസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് 2024. QS റിപ്പോർട്ട് പ്രകാരം വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിൽ 45ാം റാങ്ക് നേടിയ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IIT ബോംബെ, ഓപ്ഷൻ ബി IIT കാൺപൂർ, ഓപ്ഷൻ സി IIT മദ്രാസ്, ഓപ്ഷൻ ഡി IIT റൂർക്കി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ IIT ബോംബെ ആണ് നോക്കുക. 45ാമത്തെ റാങ്ക് ആണ് നോക്കുക. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ഉള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത് ഓർത്തിരിക്കുക. സോ അടുത്തതാണ് അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിപ്പോർട്ട്, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി 2024-2025. 2024-25 കാലഘട്ടത്തിലുള്ള ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 8.1%, ഓപ്ഷൻ ബി 7.8%, ഓപ്ഷൻ സി 7%, ഓപ്ഷൻ ഡി 6.9%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7% ആണ് നോക്കുക. അടുത്താണ് വിച്ച് സ്പേസ് ഓർഗനൈസേഷൻ ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് എ ടൈം സ്റ്റാൻഡേർഡ് ഫോർ ദ മൂൺ കോൾഡ് കോർഡിനേറ്റഡ് ലൂണാർ ടൈം.
ELTC അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ലൂണാർ ടൈം എന്ന പേരിൽ ചന്ദ്രൻ്റെ പുതിയ സമയ മാനദണ്ഡം സ്ഥാപിക്കാൻ പോകുന്ന ഏത് ബഹിരാകാശ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ CNSA, ഓപ്ഷൻ ബി JAXA, ഓപ്ഷൻ സി ISRO, ഓപ്ഷൻ ഡി നാസ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നാസയാണെന്ന് നോക്കുക. അടുത്താണ് കാനറ ബാങ്ക് റീസെൻ്റ്ലി സൈൻഡ് എ MOU വിത്ത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സ്റ്റാർട്ടപ്സ്. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ കാനറ ബാങ്കും വേറെ ഏത് സ്ഥാപനവും തമ്മിലാണ് ടൈപ്പ് നടത്തിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IIT മദ്രാസ്, ഓപ്ഷൻ ബി IIT ബോംബെ, ഓപ്ഷൻ സി IIT ഡൽഹി, ഓപ്ഷൻ ഡി IIT കാൺപൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി IIT ബോംബെ ആണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് CDP സുരക്ഷ പ്ലാറ്റ്ഫോം റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ്. ഈ CDP സുരക്ഷ പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടു ഡിസ്പേഴ്സ് സബ്സിഡീസ് ടു ഹോർട്ടിക്കൾച്ചർ ഫാമേഴ്സ്, ഓപ്ഷൻ ബി ടു ക്രിയേറ്റ് ദ ലാർജസ്റ്റ് 3D map in universe, option C to facilitate voter registration process, option D to provide real-time update on election result. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടു ഡിസ്പേഴ്സ് സബ്സിഡീസ് ടു ഹോർട്ടിക്കൾച്ചർ ഫാമേഴ്സ്. കർഷകർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് CDP സുരക്ഷ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഏപ്രിൽ 11 മുതൽ 13 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. അതായത് ഈ ഒരു ആഴ്ചയിലുള്ള ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇതേപോലെ സുഹൃത്ത് ആരെങ്കിലും പഠിക്കുന്നെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക. പ്ലസ് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹാപ്പി വിഷു.